അപ്പോൾ നമ്മൾ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന റോബ്ലോക്സ് ആയിരുന്നു നമ്മുടെ ചാനലിൽ കൂട്ടുന്നത്. നമ്മളിന്ന് PC ബിൽഡിംഗ് സിമുലേറ്ററാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. ഞാൻ നേരത്തെ കളിച്ചപ്പോൾ കുറേ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഒരു ചുമ്മാ PC എടുക്കുക, ഓരോ പാർട്സൊക്കെ വയ്ക്കുക, കൊടുക്കുക, അങ്ങനെയായിരുന്നു. ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്തായാലും കളിച്ച് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഇവിടെ ഇത് ലോഡായി വന്നിട്ടുണ്ട്. ജോർജ്, വെൽക്കം ടു PC Creator 2 ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം. നമുക്കിവിടെ നെയിം കൊടുക്കാം. SOUL സോൾ. ചെറിയ എന്താ ലാഗ് വന്നു ഗൈസ്. സോൾ ബോയ്, ബായ് അല്ല ബോയ്. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഇൻവാലിഡ് നിക്ക് നെയിം എങ്കിൽ നമുക്ക് 114 കൂടെ കൊടുക്കാം. ഇൻവാലിഡോ എന്ത് പേരിടും? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഗൈസ് ഇപ്പോൾ ഞാൻ പേരൊന്ന് സെറ്റാക്കിയിട്ട് വരാം, അല്ലെങ്കിൽ കുറേ ലാഗാവും. പേര് സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പേര് നമ്മൾ അപ്പോൾ തന്നെ ആയായിരുന്നു. അടുത്ത പേര് നെയിം കൊടുത്തപ്പോൾ നമുക്ക് ഇത് തന്നെ ഇടാം, പ്രൊഫൈല്. ഓക്കെ, ഗ്രാജുവേഷൻ ജസ്റ്റ് ഹാവ് ഇയർ അവേ, ടൈം ഷെയർ ഫയൽസ്, വാട്ട്സ് നെക്സ്റ്റ് മൂവ്, ഗസ് ഐ നീഡ് ടു സ്റ്റാർട്ട് ഹണ്ടിങ് ഫോർ എ ജോബ്. അവൻ ജോബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറേ നാൾക്ക് ശേഷം എങ്ങാണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഹൈ ദെയർ, വെൽക്കം അബ്രോഡ്, ഐ എം ജോർജ്, വെൽ വർക്കിംഗ് സൈഡ് ബൈ സൈഡ് and I am sure you will get the hang of things real quick. Here come our first customer of the day. Why don't you take the lead and this one? ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമുക്ക് എന്തായാലും ഇത് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് ഹൈ ഫസ്റ്റ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വരിക, സ്റ്റാർട്ട് കൊടുക്കുക, നേരെ PC എടുത്ത് ഇവിടെ വയ്ക്കുക. ഓക്കെ, ഗിഗാബൈറ്റ് കാണിക്കുന്നുണ്ട്. നേരെ ഇത് മേടിക്കാം. വിൻഡോസ് തുറന്നു തോന്നുന്നു ഗൈസ്. കോപ്പിങ് വിൻഡോസ് ഫയൽ. ഓക്കെ, ഓരോന്നോരോന്ന് സെറ്റാണ് ഗൈസ്. ഓക്കെ, സെറ്റായി വന്നു. വിൻഡോസ് ഓപ്പൺ ആയി ഗൈസ്. സാധനം ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എന്തോ. വിൻഡോസ് 10 ഇൻസ്റ്റാൾ ആയി ഗൈസ്. ഇനി നമുക്ക് വിൻഡോസിൻ്റെ ഇതിനകത്ത് ഞെക്കണം. അയ്യോ, കഴിഞ്ഞ ചേടാ, ഞാൻ അറിയാതെ ഓഫ് ചെയ്തു ഗൈസ്. മണ്ടത്തരായിപ്പോയി. നമുക്ക് നേരെ സ്കിപ്പ് അടിക്കാം. ഇതൊക്കെ സ്കിപ്പ് ഒന്നുമില്ല, നമുക്കെല്ലാം തന്നെ കണ്ടങ്ങ് മനസ്സിലാക്കാം. സിമ്പിളല്ലേ. അടുത്ത ആളുടെ ഇത് വന്നിട്ടുണ്ട്. അടുത്ത PC നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് എത്ര കൂടി PC ആണെന്നാണ്. ഓക്കെ, ക്ലീൻ ട്രാഷ് ഫയൽസ് ഫ്രം PC, ഇൻസ്റ്റാൾ ട്രാഷ് ഫ്രഷ് ഡ്രൈവ്സ്. ഇതൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത്? എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇത് ഒരു ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുണ്ട്. 4 hours 6 നമുക്ക് കളിച്ച് നോക്കാം ഗൈസ്. നമുക്ക് പറ്റുവാണെങ്കിൽ കളിച്ച് നോക്കാം. ഇതിനകത്തെങ്കിലും കളിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കളിക്കാം. നോക്കാം ഗൈസ്. ഇതിൽ നിന്ന് ഇറങ്ങാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലോസ് അടിച്ചിട്ട് ക്ലീൻ. 4 hours 6 5 എന്തോ ആണ് ഗൈസ്. ഇത് 5 ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. 5 ആണെന്ന് തോന്നുന്നു. എന്തായാലും സാധനം കൊള്ളാം ഗൈസ്. നമുക്ക് കളിച്ച് നോക്കാം. പറ്റുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യും. ഓക്കെ, അടുത്തതും സെറ്റായിട്ടുണ്ട്. നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ് ചെയ്തു. നേരെ ഇവിടെ വരിക, ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ഫ്രഷ് ഡ്രൈവ്സ് ആണ് ഗൈസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും ഇപ്പോൾ തന്നെ ഓക്കെ ആവും. അതും സെറ്റായിട്ടുണ്ട് ഗൈസ്. നേരെ ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യാനാണോ പറയുന്നത്? ഷേടാ, എന്താണ് ഗൈസ്, കുറച്ച് പരിചയമൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രസ് ഈസ് നോട്ട് സേവ്ഡ്, റീകണക്ട് യുവർ ഇൻ്റർനെറ്റ്. ഗൈസ്, ഇത് ഇൻ്റർനെറ്റ് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്തു ഗൈസ്. അതാണ് ഞാൻ ഓൺ ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാൻ ഓൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. 4 hours എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. ക്ലോസ് ചെയ്യുന്നില്ല. നമുക്ക് ഒന്നുകൂടി കയറി നോക്കാം.
ചേടാ എന്താണ് ഗൈസ് ഫോർസ് ഹൊറൈസൺ തൊട്ട് മുമ്പിൽ വന്നിട്ട് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഷേ ഞങ്ങളാ ഗൈസ് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. $20 ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഗൈസ്. GTA 5 ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കിടക്കട്ടെ ചെക്കന് ഗൈസ്. അതൊന്നും കളിക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും അവൻ അത് എടുത്തോണ്ട് പോയിക്കോട്ടെ. അവന് കൊടുത്തിട്ടുണ്ട്, അവന് ഫ്രീ ആയിട്ട് കിട്ടി. വെറുതെ കളക്ട് ചെയ്താൽ മതി. ഒരു കമ്പ്യൂട്ടർ സോൾ സെറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാം. അടുത്ത ആൾ വന്നിട്ടുണ്ട്. അവനെന്തോ ഗ്രീറ്റിംഗ് ഐ നീഡ് യുവർ എക്സ്പെർട്ടൈസ് മേക്കിംഗ് എ ലിവ് ഫ്രം സ്ട്രീമിംഗ് ഗെയിംസ് ആൻഡ് PC എന്തൊക്കെയോ പറഞ്ഞു. ന്യൂ ഓർഡർ എന്തൊക്കെയോ പറഞ്ഞ്. ഓക്കെ, ടാസ്കിൽ എന്താണ് കേസ് ഉള്ളത്? ടാസ്കിൽ നമുക്ക് എന്തോ വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്കിപ്പോൾ തന്നെ ചെയ്തേക്കാം. ഇതിനകത്ത് അകത്തെന്തായാലും ചെയ്യാണ്ട് അകത്തൊന്നുമില്ല. അകത്ത് നമുക്ക് എന്തായാലും സംഭവം ഓണാക്കി നോക്കാം. മൈൻക്രാഫ്റ്റ് ഗൈസ്, ഇതിനകത്ത് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിനകത്ത് നമുക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പറ്റും ഗൈസ്. നമുക്ക് പ്ലേ കൊടുക്കാം. എന്തോ ലാഗായി ഗൈസ്. എന്തോ സെറ്റപ്പ് എന്തോ കാര്യം ഉണ്ടല്ലോ. അത് എന്താ അറിയേ. ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാണ്ട് ഗൈസ്. നമ്മൾ ഇതെടുക്കട്ട് ചേഞ്ച് കൊടുക്കണം. ചേഞ്ചിൽ ഇത് കൊടുത്ത് ഇൻസേർട്ട് കൊടുത്ത് ഓക്കെ കഴിഞ്ഞു. ഇവൻ്റെ എല്ലാം ഇടപ്പം വന്നേ. ഇവനെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ ഇറക്കാ. ഇത് അസ്യൂസിൻ്റെ ആണ് ഗൈസ്. നമുക്ക് നോക്കാം ഇതിനകത്ത് എല്ലാ ഗെയിമും കളിക്കാൻ പറ്റുമെന്ന്. മൈൻക്രാഫ്റ്റിൻ്റെ എണ്ണയില്ല. പാസ്വേഡോ ഇത് നമ്മുടെയാണ്. നമ്മളടിച്ച് എൻ്റർ ആയിട്ടുണ്ട്. വാൾപേപ്പർ മാനേജർ എങ്ങനെ എടുക്കുക? വാൾപേപ്പർ മാനേജർ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഗൈസ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. വന്നു, അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആപ്പ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തത് റെഡ് ഡെഡംഷൻ 2 ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. PUBG ഒക്കെ ഉണ്ട് ഗൈസ്. PUBGൻ്റെ ഫോർസ് ഹൊറൈസൺ 5 ഉണ്ട്. അങ്ങനെ നമ്മൾ അതും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. Unable to launch the game. Check your connection your computer. എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിനകത്തൊരു പരസ്യം വന്നത്. ഒടുക്കത്തെ പരസ്യമാണ് ഗൈസ് ഇത്. എന്താണത്? യു ക്യാൻ എഡിറ്റ് യുവർ PC even by optimize holders. എന്തോ പറഞ്ഞു. റെഡ് ഡെഡ് റിഡംപ്ഷൻ കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. എന്തോ കാര്യമുണ്ട് ഗൈസ്. ഇത് കളിക്കാൻ പറ്റുന്നില്ല. ആപ്പ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. പക്ഷെ കളിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എന്തോ പ്രശ്നം കാണിക്കുന്നുണ്ട്. ഇത് ആയില്ല. ഇതെന്താണ് ഗൈസ് നമുക്ക് ചെയ്യാൻ പറ്റാതെ? നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ ചെയ്യേണ്ടത്? PC സെല്ല് ചെയ്യാനും പറ്റില്ല, ഒന്നും പറ്റില്ല. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. പിന്നെ എന്താണ് ചെയ്യുക? എന്താ ഇപ്പം ചെയ്യണ്ടേ? എനിക്കറിയില്ല ഗൈസ് എന്താ ചെയ്യണ്ടേന്ന്. ഇൻസ്റ്റാൾ ആപ്പ് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തു. ഇനി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഓ, ഇവിടെ കൊണ്ട് വെക്കണമായിരുന്നല്ലേ. ഞാനിത് മറന്നുപോയി. തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ.
എന്നാലും നമുക്ക് ഇതെന്താ സാധനം ഉണ്ടല്ലോ, ഇതെന്താണ് ഇത് മൊത്തം ഇങ്ങനെ ആക്കണം. ചില മൊത്തം അങ്ങനെ ആക്കാം. 100% ആയിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് അടിക്കാം. അതൊക്കെ ആയിട്ടുണ്ട്. എന്തോ സാധനം കിട്ടി. ഓ, അടുത്ത ആൾ വന്നിട്ടുണ്ട് PC ഒന്നാക്കാൻ. ഇതെന്താണ്, പുതിയ PC കിട്ടിയോ? ഓ, ഇത് വേണേൽ മേടിക്കാം. ഒന്നാമത് ഇതിൻ്റെ ഇടയിൽ നല്ല പരിചയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇതും കൂടി വന്നു കഴിഞ്ഞാൽ എന്തെന്ന് ഇങ്ങനെ ആക്കാൻ. യു ക്യാൻ ഹൈഡ് ഹിൻഡ് ഇറ്റ് അസൈഡ്. ഇതെന്താടെ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇങ്ങനെ ആക്കാനായിരുന്നു. ഇതെടുത്തിട്ട് ഇൻസേർട്ട്, ഇവിടെ നോക്കിയിട്ട് ഇതെടുത്ത് ഇൻസേർട്ട്, ഇവിടെ നോക്കിയിട്ട് ഇതെടുത്ത് ഇൻസേർട്ട്. റാം ഇടണം, ഇൻസേർട്ട് 2 ഇടണം. വീഡിയോ കാർഡ് ഇടാം. SSD നമുക്ക് 4 ഇടാം. 2 മാക്സിമം പറ്റുമോ? കൂളർ ഇട്ടേക്കാം, കിടക്കട്ടെ. അടുത്തത് മറ്റേ സാധനം പവർ സപ്ലൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? അത് ആയില്ലല്ലോ ഗൈസ്. കഴിഞ്ഞ ഇത്രേ ഉള്ളൂ. ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. ഇതിന് നല്ല പരസ്യം തന്നെയുണ്ട് ഗൈസ്. നല്ല മടുപ്പാണ് ഗൈസ്. ഇത് ഗെയിം വലിയ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് കളിക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല രീതിക്ക് പരസ്യം തന്നെയുണ്ട്. അതുകൊണ്ട് ഭയങ്കര ടഫാണ്. നെറ്റ് ഓഫാക്കിയിട്ട് കളിക്കാനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിളിച്ച് നിർത്തുവാണ്. പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.